വെൽക്കം ടു പ്രിട്ടി പെറ്റ്സ്. വാക്സിനേഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചിരുന്നു. പക്ഷെ അതിനെക്കാട്ടിയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രിട്ടി പെറ്റ്സ് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, വാക്സിനേഷൻ എടുക്കുന്നതും നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വെറ്റിനറിയനെ കൺസൾട്ട് ചെയ്ത് തന്നെ എടുക്കുക. നിറയെ ആൾക്കാർ വരുന്നുണ്ട്, എന്നാൽ നിങ്ങൾ വെറ്റിനറിയനെ കൺസൾട്ട് തന്നെ എടുക്കണം. കാരണം അവർക്കേ അറിയാവൂ ഏത് വാക്സിനേഷൻ എപ്പോൾ എങ്ങനെ എവിടെ എടുക്കണം എന്നുള്ളത്, ഏത് മൃഗത്തിനാണെങ്കിലും ശരി. അപ്പോൾ ഇന്നത്തെ പ്രിട്ടി പെറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രിട്ടി പെറ്റ്സ് ശാസ്താമംഗലത്തെ കൃഷ്ണ ആൻഡ് ഫാമിലിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. കൃഷ്ണയുടെ ഒരു ക്യൂട്ട് പെറ്റുണ്ട്. പെറ്റിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. കൃഷ്ണ, വെൽക്കം ടു പ്രിട്ടി പെറ്റ്സ്. താങ്ക് യു. ആൻഡ് വൈഫ് അല്ലേ? വൈഫ് ശ്രുതി കാനറ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. കൃഷ്ണൻ? ഞാൻ HDFC ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താ കൃഷ്ണ, ഏത് പെറ്റാ ഉള്ളത്? എന്താ വീട്ടിലൊരു കുഞ്ഞ് ബീഗിളാണ് ഉള്ളത്. 5 months ആയിട്ടുള്ളൂ. ഓക്കെ. എടുത്തിട്ട് എത്ര ദിവസമായി? എടുത്തിട്ട് ഇപ്പം മെയിലാണ് എടുത്തത്. എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. പുള്ളിക്കാരിക്ക് നല്ല പേടിയായിരുന്നു. അപ്പം അങ്ങനെ സർപ്രൈസ് കൊടുത്തതാണ്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ പക്ഷെ എന്നെക്കാട്ടിലും കൂടുതൽ പുള്ളിക്കാരി തന്നെയാണ് നോക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഡോഗ് വളർത്തിയ എക്സ്പീരിയൻസ് ഉണ്ടോ? ഇവിടെ ഒരു നാടൻ ബ്രീഡ് ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പൂപ്പനൊക്കെ പ്രായമായതുകൊണ്ട് ഇവിടെ വാങ്ങിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് വാസ്തവം. ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഡോഗ് ഓണറാണ്, എന്നിട്ട് ബീഗിൾ മേടിച്ചു. ഓക്കെ. അപ്പൊ നമുക്ക് ബീഗിളിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് അറിയാം. ഓക്കെ, അത് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ എന്തൊക്കെയാണ് അവനിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, എന്തിനാ മേടിച്ചത്, ഇനി എങ്ങനെയാ മുമ്പോട്ട് പോണത്? അതേ ഒരു സഡൻ ഇതായിരുന്നു മേടിച്ചത്. അങ്ങനെ പ്രീ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. ആക്ച്വലി ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പട്ടിനെ. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് പറയുന്നുണ്ട് ബീഗിളിനെ വേണമെന്ന്. അപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റായിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് കൊടുത്തതാണ്. ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓക്കെ, ഇനി എന്താണ് അടുത്തൊരു തോട്ട്? അല്ല, തോട്ട് ഇൻ ദ സെൻസ് കുറച്ച് ഡിസിപ്ലിൻ ആക്കണം. ഒരു ഡിസിപ്ലിനും ഇല്ല ഇപ്പൊ. ഭക്ഷണം കണ്ട എന്തും ചെയ്യും. പക്ഷെ അല്ലെങ്കിൽ അല്ലാതെ എന്തൊക്കെ ഇപ്പൊ ചെയ്യും? സിറ്റ് പറഞ്ഞാൽ സിറ്റ് ചെയ്യും, ഷേക്ക് ഹാൻഡ് ചെയ്യും. പിന്നെ ബേസിക്കലി പോട്ടി ട്രെയിനിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അത് മുറിനകത്ത് മുഴുവനും വീട്ടിനകത്താണ് വളർത്തിയത്. ഇതുവരെ പുറത്ത് വളർത്താനായിട്ട് ഇതുവരെ നോക്കിയിട്ടില്ല. ബീഗിൾ പൊതുവെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ രണ്ടും കമ്പൈൻ ചെയ്താണ് വളരുന്നത്. ഓക്കെ. അപ്പോൾ ബീഗിളിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഹണ്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നങ്ങൾ പറ്റാൻ പോകുന്ന വെച്ചാൽ കടിക്കുന്നത്, പിന്നെ അതേപോലെ ഹിറ്റ് ഡിഗിങ്. ഇവളുടെ ഏകദേശം ഒരു 7-8 ഷൂ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ അവരുടെ ഒരു ജെനിസിസോ. ഓക്കെ. അപ്പോൾ പുറത്തുള്ളവരോ അല്ലെങ്കിൽ ഇതിനെ യൂസ് ചെയ്യുന്നവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ ഒരു മുയലിനെയോ അല്ലെങ്കിൽ റോട്ടൻസിനെയൊക്കെ പിടിക്കാൻ വേണ്ടി തുറന്നു വിടുന്നതാണ് പരിപാടി. അപ്പോൾ ഇതൊരു 10-15 ഒന്നിച്ച് പോയിട്ട് ഒരു ഗ്രൂപ്പാക്കി ട്രാക്ക് ചെയ്ത് ഒരു മാളത്തിൽ പോയിട്ട് ഡിഗ് ചെയ്തിട്ട്, അതുമാത്രമല്ല ഇവരുടെ വാല് മുകളിൽ തന്നെ നിന്നിട്ട് ആ വൈറ്റ് ടിപ്പൊക്കെ ജനറ്റിക്കലി മോഡിഫൈഡാണ്. ഓക്കെ. അതെന്ന് വെച്ചാൽ ഈ ബുഷിന്റെ ഇടയിലൊക്കെ പോകുമ്പോൾ അത് ക്ലിയർ ആയിട്ട് എടുത്തറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ഹൈലി അജൈലാണ്, ഹൈലി അത്ലറ്റിക് ആണ്. ഓക്കെ. അപ്പോൾ അവർക്ക് നമ്മൾ ഡംപായിട്ടുള്ള, നിങ്ങൾ ഡമ്പല്ല, ബട്ട് അതിൻ്റെ അതേ എനർജി ലെവൽ തന്നെ കൊടുക്കണം. ഓക്കെ. എങ്കിലും നമുക്ക് ബെസ്റ്റ് ഔട്ട് ഓഫ് തിങ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ട്രെയിനിങ്ങിനെക്കാട്ടിയും ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് അവൻ്റെ ലൈഫ് സ്റ്റൈലിനെ നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഈ കടിക്കുന്നതിനെയും അല്ലെങ്കിൽ ജമ്പ് ചെയ്യുന്നതിനെയും അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്ന ഈ ഡിഗ് ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് മാറ്റിപ്പോയാൽ നല്ല സ്വഭാവം കിട്ടില്ല. പക്ഷെ 1 year നല്ല കൺസ്ട്രെയിൻ ആയിട്ട് വർക്ക് ചെയ്ത് നല്ല ഡിസിപ്ലിനൈസ് ചെയ്ത് നല്ല രീതിയിൽ ട്രാക്ക് ഡൗൺ ചെയ്താൽ ഡോഗ്സിന്റെ ഫുൾ പൊട്ടൻഷ്യാലിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഗ്രാജുവലി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഒരു 5 മാസം എടുത്ത് ട്രെയിനിങ്ങിന്റെ ഒരു അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ട്രെയിനറിന്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പുള്ളി വന്ന് കാണാമെന്ന് പറഞ്ഞു. വന്നു, പുള്ളിക്കാരൻ കണ്ടപ്പോഴേക്കും പുള്ളി പറഞ്ഞു ഇത് പ്രായമായിട്ടില്ല, കളിപ്രായം ആയിട്ടേ ഉള്ളൂ, 6 മാസം കഴിഞ്ഞിട്ടേ ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ 6ാമത്തെ മാസം നോക്കിയത്. ഇപ്പോൾ 6th month ആയി ഇപ്പോൾ. അതായത് ഈ ട്രെയിനിങ് ആസ്പെക്ട്സും ബിഹേവിയറൽ സൈക്കോളജി, ബിഹേവിയറൽ ആസ്പെക്ട്സ് ട്രെയിനിങ്, ഇത് 3 ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ തന്നെ എടുക്കുക. നമ്മൾ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്?
പക്ഷെ എന്നാൽ അതിന് മുമ്പ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെയാണ് ഇവർക്കും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുമ്പേ പഠിപ്പിക്കണം. അതായത് ഒരു 3 months, അതായത് 45-48 ഡേയ്സിൽ തന്നെ പേര്, വിളിച്ചാൽ വരാൻ, ഇരിക്കാൻ, കിടക്കാൻ, മെക്കാനിസം എന്ന് പറയും. സെറ്റ് ഡൗൺ, സ്റ്റാൻഡ്, ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക, ഇതിനെയൊക്കെ പറയുന്നത് ട്രെയിനിങ് ആസ്പെക്റ്റിൽ പറയുന്ന മെക്കാനിസം എന്ന് പറയും. അത് ഏറ്റവും എളുപ്പം പഠിപ്പിക്കുക അതാണ്. ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ നമുക്ക് കേട്ടിട്ടുണ്ട്. സോ അപ്പോൾ അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് ഓരോ സ്ട്രക്ചേഴ്സ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടേതായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റേതായിട്ടുള്ള ഡിസിപ്ലിൻ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ വീട്ടിൽ അവരുടേതായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ ചിലരെ കൂട്ടിലിടും, തുറന്നു വിടും, വീട്ടിൽ പോയിരിക്കും, അത് അതിൻ്റെ പാട്ടിന് എന്തെങ്കിലും ജീവിക്കും. സോ അങ്ങനെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഉണ്ട് ഡോഗ്സിൻ്റെ. അപ്പോൾ ബീഗിൾ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രീഡാണ്. വെച്ചാൽ ഭയങ്കര ആക്റ്റീവാണ്. നമുക്കൊരു ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിലീസ് ചെയ്യും. അപ്പോൾ അത് ഒന്ന് ഒരു സ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ നമുക്ക് അവനെ നോക്കാൻ പോകാം. അപ്പോൾ നമ്മുടെ ഫെനി എത്തിയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണ, ഫെനി ഓൾറെഡി ഒരു എക്സൈറ്റഡ് മൂഡിലാണ് അല്ലേ? ഓക്കെ, ഓക്കെ. സോ അപ്പോൾ ടവലിൻ്റെ അടുത്ത് അർജുണ്ട് ഭയങ്കരമായിട്ട് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ വേറെ ഒന്നും ആലോചിക്കുന്നില്ല, നമ്മൾ ഈ ലീഡിനെ ഒന്ന് മാറ്റാണ്. കാരണം ഇത്രയും വലിയ ഇതാ കണ്ടോ, ഇതെല്ലാം ഇവിടുന്ന് വരുമ്പോഴത്തേക്കും ഒരു ചോക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു തിൻ ലീഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ്. എല്ലാത്തിനും ആദ്യം അവരുടെ എനർജി ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ അവന് മാക്സിമം ഫ്രീഡം കൊടുക്കുകയാണ്. ഇത് ഈ ലീഡിന് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഈ ലീഡ് എടുത്തു. ഇത്രയും തിൻ ഡ്രോപ്പ് മതി. ഇത് വിട്ടു, അവൻ എന്തോ ചെയ്യട്ടെ. ഇപ്പോൾ എനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നോ. ഇതിപ്പോൾ സാധാരണ 2 കാലിൽ 4 കാലിൽ തറയിരിക്കുമ്പോഴത്തേക്കും തടവി കൊടുക്കുന്നു. പോട്ടെ, കുഴപ്പമില്ല. ബാത്റൂമിൽ പോകണമെങ്കിൽ പോട്ടെ. ഇപ്പം അങ്ങോട്ട് ദൂരെ പോകണമെങ്കിൽ എനിക്ക് നോ 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 അല്ല. ഇപ്പോൾ അവിടെ പോകുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ ഐ വിൽ മെയിൻറ്റെയിൻ മൈ പൊസിഷൻ ആൻഡ് ഐ വിൽ സേ നോ. ഓക്കെ, അപ്പോൾ പോട്ടെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം, ലെറ്റ് ഹിം ഗോ. ഗുഡ്. അപ്പോൾ ഇത് ബാത്റൂമിന് വേണ്ടി ഇങ്ങനെ വേണം കൊണ്ടുപോകാൻ, അല്ല ഈ ചെറിയ ലീഡിൽ കൊണ്ടുപോകരുത്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇപ്പം ഞാൻ ഇതിനെ കൂടെ തന്നെ റീകോളും ചെയ്യുകയാണ്. അപ്പോൾ യൂറിൻ നോ നോ, സീ കണ്ടോ ഒരു അജിറ്റേഷൻ കൊടുക്കുന്നത്. നോ, ഗുഡ് ബോയ്, ഫ്രീ, നോ. സോ അപ്പോൾ അവിടെ നോന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ. സോ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നോ. പക്ഷെ അതേസമയം ഇഫ് ഹീസ് കംസ് ഹിയർ, ആ ടെൻഷൻ പോവുകയാണ്, ഹീസ് ഗെറ്റിംഗ് ബാക്ക്. ഇവിടെ പോസിറ്റീവും അവിടെ നെഗറ്റീവുമാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ അവൻ പോകുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ബട്ട് എൻ്റെ കൺട്രോളിലായിരിക്കും. നോ നോ നോ, ഗുഡ് കം, ഗുഡ് ബോയ്, യെസ്, ഗുഡ് ബോയ്, ഫ്രീ. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആയിട്ടിരിക്കണം. അപ്പോൾ ഇതിന് നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഇതിന് വേറെ ഒന്നും പഠിപ്പിക്കേണ്ട, ഇപ്പോൾ വേറെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇത് ചെയ്യുമ്പോൾ. ഓക്കെ, നോ നോ, ഗുഡ് ബോയ്, കം ഹിയർ, ഗുഡ് ബോയ്, അപ്പോൾ ഈ പാറ്റും ഈ സ്നേഹമായിരിക്കും അവസാനം റിവാർഡായിട്ട് വരാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ബാത്റൂമിൽ കൊണ്ടുപോവുകയോ നടത്തുകയോ നമ്മുടെ കൂടെ കൊണ്ടുപോവുകയോ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇഫ് ഹി സ്നിഫിങ് ദ ഗ്രൗണ്ട്, ഹി ഈസ് ഡൂയിങ് ഹിസ്, ഇപ്പോൾ ബാത്റൂമിൽ പോകും. ഗുഡ്. അവനെ ഫ്രീ ആയിട്ട് വിട്ട് അവൻ്റെ കൺട്രോൾ നമ്മൾ കൊടുക്കുമ്പോഴാണ് അവൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കൂടെ നിർത്തുമ്പോൾ നമ്മൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവനും മനസ്സിലാവില്ല, നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് പോകും. ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യട്ടെ, കഴിയും. അപ്പോൾ ഈ ബിസിനസ്സിന് ഇതാണ് ഫസ്റ്റ്. ഗുഡ് ബോയ്, വെരി ഗുഡ് ബോയ്. ഇതിന് ജസ്റ്റ് അടുത്തത് ഒന്ന് ട്രീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അടുത്തൊരു ഗെയിം കൊടുക്കുക. ബാത്റൂമിൽ പോകുന്നത് പോലെ തന്നെയാണ് ക്രിയേറ്റിംഗ്. അപ്പോൾ എനിക്ക് ബാത്റൂമിൽ പോയി കുറച്ച് നേരം കൂടെ കളിക്കുക. ഗുഡ് ക്യാച്ച്, ഗുഡ് ബോയ്, ക്യാച്ച്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ക്യാച്ച്, ഗുഡ് ബോയ്, യാ, ഗുഡ്, വെരി ഗുഡ്,
Very good. Very good boy. Good boy. Yeah, good boy. Yeah, good boy. Yes. Leave it. ഇപ്പോൾ അടുത്ത് നമ്മൾ ഇത് വിടണം. ഇത് വിട്ടാലേ അപ്പോൾ ഇവിടെ ഞാൻ സിറ്റ് ആൻഡ് ഡൗൺ ഇപ്പോൾ പഠിപ്പിക്കില്ല. ആദ്യം എങ്ങനെ ബാത്റൂമിൽ പോകണം, എങ്ങനെ ഫ്രീ വേണം എന്നാണ് പഠിപ്പിച്ചത്. നെക്സ്റ്റ് എങ്ങനെ കളിക്കണം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കടിക്കുന്നത് അവൻ്റെ കടിയാണ്, അവൻ്റെ എനർജിയാണ്, അത് ഞാൻ കളയുന്നതാണ്. ഓക്കെ, ഗുഡ് ഗുഡ് ബോയ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ ഇനി ഇത് അടുത്തത് അവന് കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ ഹോൾഡ് ചെയ്യുമ്പോൾ ഞാനും അതേപോലെ ഹോൾഡ് ചെയ്യും. യെസ്, ഗുഡ് ബോയ്, യെസ്, ഗുഡ്, കം, ഗുഡ് ഗുഡ് ഗുഡ്, കം, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, കം, ഗുഡ് ബോയ്, യാ യാ യാ, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, good 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 good, yes, good boy, good boy, good boy, yes, good boy, yes, good boy, yes, yes, good boy, good boy, yes. പിന്നെ എൻ്റെ ഈ ടോയ് ഇവിടെ വരുമ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്. കണ്ടോ, ഇവിടെ വരുമ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്. അതേസമയം ഇപ്പോൾ അടുത്ത ഞാൻ വിടാൻ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ഗെയിം ഉടനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. കിട്ടും, ഗുഡ് ഗുഡ് ഗുഡ്, ഓക്കെ, catch, good 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 boy, catch, good boy, done, good boy, good boy, yes, good boy, done, good boy, yes. Wait, wait, leave it, good, leave it, good. Yes, good boy. അപ്പോൾ ഞാൻ ഗെയിമിൻ്റെ കൂടെ പഠിപ്പിക്കുക. ഓക്കെ, അടുത്ത് ഞാൻ ഇതിനെ കൂട്ടിലേക്ക് കയറണം. ഓക്കെ, അപ്പോൾ ഞാൻ ടവൽ എടുക്കാം. ഗുഡ് ബോയ്. ടവൽ എപ്പോഴും ക്രേറ്റിൽ ഒരു ടവൽ യൂസ് ചെയ്യണം. നമ്മൾ എന്തെടുക്കുന്നോ അതിലായിരിക്കണം അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ആദ്യം. അപ്പം നമ്മൾ അവൻ്റെ ടോയിനെ വേണം, അത് വെച്ചേ കളിക്കാവോ, ഇത് വെച്ച് കളിക്കരുത്. ഹാഫ് ബെഡിങ്ങേ ചെയ്യാവൂ. ഓക്കെ, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ലീവ് ഇറ്റ്, ലീവ് ഇറ്റ്. ഇത് ഡെഡായി, ഇപ്പം ഡെഡായി, ഡെഡായി. ഗുഡ്. ഇപ്പോൾ ഈ ഗെയിം വെച്ചിട്ട് ഞാൻ ചെയ്യാണ്. ഗുഡ് ബോയ്, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്, ഗുഡ് ഗുഡ്. കൂട്ടി കയറി. ഇനി കൂട്ടിൽ കയറി കഴിഞ്ഞു, അപ്പോൾ ഗെയിം കഴിഞ്ഞു, കൂട്ടി കയറി. ഇതിനകത്ത് ഈ ഹോൾ ആദ്യം അടയ്ക്കും. ഓക്കെ, ഇത് ഇത്ര അടച്ചിട്ട്, ഇത് ഇത്രയും ഭാഗം അടച്ചിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയും. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ഡ്രൈ ഫുഡ് ഇടും. എന്നിട്ട് ഇതിനെ സീൽ ചെയ്യും, ചീസോ ചിക്കനോ വെച്ച് സീൽ ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഇതിനെ പറയുന്ന കോങ്ടോയ് എന്ന് പറയും. ഇത് സെപ്പറേഷൻ ആൻസൈറ്റി, ഡോഗ് കൂട്ടി കിടക്കുന്നില്ല, അല്ലെങ്കിൽ അവനൊരു സ്ഥലത്ത് മാത്രം കിടക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലൊരു വലിയൊരു തുളയുണ്ട്, ഒരു ചെറിയ തുളയുണ്ട്. ഈ ചെറിയ തുള നമ്മൾ അടയ്ക്കും, ഇതിനകത്ത് ഡ്രൈ ഫുഡോ എന്തെങ്കിലും ഇടും, ഇതിനകത്ത് ചീസ് വെച്ചടക്കും. എന്തെങ്കിലും എന്ന് പറയുന്നത് ക്യാരറ്റ് ഇടാം, പംകിൻ ഇടാം, ചിക്കൻ പീസസ് ഇടാം, അവൻ്റെ ഡെയിലി ഫുഡ് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഇടാം. എന്നിട്ട് ഇതിനെയും സീൽ ചെയ്യും. സീൽ ചെയ്യുന്നത് വെച്ചാൽ ചീസോ ചിക്കൻ പീസോ വെച്ച് ഇതിനെ സീൽ ചെയ്യും. ഇത് സീൽ ചെയ്തതിന് ശേഷം ഇപ്പം ഞാനത് തൽക്കാലം 2 ട്രീറ്റ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ അവൻ്റെ ബ്രെയിൻ കംപ്ലീറ്റ് അതെടുക്കാനുള്ള ശ്രമമായിരിക്കും. അപ്പോൾ അതെടുത്ത് തീരാനുള്ള ശ്രമത്തിൽ അവൻ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് മൊത്തം ക്രേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് തറയിൽ വീഴില്ല എല്ലാം. അപ്പോൾ ഇത് അവൻ്റെ ബെഡ്റൂം ആയിക്കൊണ്ടിരിക്കും. സി ഹൗ മച്ച് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഡോഗിൻ്റെ ഒരു സമയം നമ്മുടെ കൂടെ നിൽക്കുന്ന സമയം എങ്ങനെ യൂസ് ചെയ്യണം, അവൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ കൂട്ടിക്കിടക്കുന്ന സമയം, ഉറങ്ങാത്ത സമയം എന്തൊക്കെ ചെയ്യണം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവും. ട്രെയിനിങ് ഫേസസും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇപ്പോൾ ബാത്റൂമിൽ പോയി ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നു, ഇത് അവൻ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2 hours 3 hours വരെ സുഖമായിട്ട് ക്രേറ്റിൽ കിടക്കും. റുട്ടീൻലി കം, പോട്ടി ട്രെയിനിങ് ആണെങ്കിൽ പോട്ടി ട്രെയിനിങ്, അല്ലെങ്കിൽ പോട്ടി ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം കളിക്കുക, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുക, കൂട്ടിക്കയറ്റുക. അതും അല്ലെങ്കിൽ പോട്ടി നേരെ കൊണ്ടുവരിക, ക്രേറ്റിൽ നടക്കുക, പോട്ടി ചെയ്യുക, നേരെ കുറച്ചൊന്ന് കളിക്കുക, നേരെ വീട്ടിൽ പോവുക, ഇരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക. ഇനി നമുക്ക് ഇതാണ് ക്രേറ്റ് മാനേജ്മെൻറ്റും പോട്ടി ട്രെയിനിങ്ങുമായിട്ടുള്ള ഒരു സെക്ടർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഡോഗിനും ക്രേറ്റ് കൂട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെട്ടിയിടാനേ പറ്റില്ല. ഓക്കെ, ലോങ് ത്രെഡ് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എല്ലാ ഡോഗ്സ്, ബീഗിൾ മാത്രമല്ല എല്ലാ ഡോഗുകൾക്കും പല ഓണേഴ്സ് അറിഞ്ഞിടാത്തൊരു സംഭവമാണ് ക്രേറ്റ് മാനേജ്മെൻറ്റും പോട്ടി മാനേജ്മെൻറ്റും പ്ലേ ടൈമും ലിവിങ് ടൈം. ഇത് മൂന്നും അവരുടെ സ്വഭാവത്തിനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യും.
നമ്മൾ എപ്പോഴും കയറി പേര് പറയും. ഇപ്പോൾ ചാടി കയറിയാലും പേര്, അവൻ്റെ പേര് ടെനി, ചാടി കയറിയ പേര്, അവിടെ പോയി കടിക്കാൻ പോയ പേര്, അല്ലെങ്കിൽ വിളിക്കാനും പേര്, എവിടെ പോയാലും പേര്. അപ്പോൾ കൃഷ്ണ 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 കൃഷ്ണ, അല്ലെങ്കിൽ പേരെങ്ങനെ ശ്രുതി 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന പോലെ കുറച്ച് കഴിയുമ്പോൾ ഇവനെന്താ ഇങ്ങനെ വിളിക്കുക, അവൻ അതാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ഡോഗ് വിളിച്ചാൽ വരാത്തത്. അതേസമയം 2 കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോകുന്നു, അവിടെ പോയി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നോ, ഹി വിൽ കം ടു അസ്, നോക്കും, ഓക്കെ കം, യെസ്, റിവാർഡ്. കമാൻഡ് ഓർ അവൻ നന്നായിട്ട് ചെയ്യുന്ന കാര്യം, ഇപ്പോൾ കം നന്നായിട്ട് അറിയാം, നോ എന്നെ നോക്കി, ടെനി കം, യെസ്, റിവാർഡ്. അതിന് ഒരു പെർഫെക്ഷൻ ഉണ്ട്. മറ്റേ ഓവറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണ് പല പ്രശ്നവും വരുന്നത്. ഈ ടെനി 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 വിളിക്കുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങൾ എത്തുന്നത്. കാരണം ഒന്ന്, യു ക്യാൻ യൂസ് നോ, അല്ലെ എന്തുകൊണ്ട് യൂസ് ചെയ്യാം, പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇതിനെ പറയുന്നത്, ഈ കോങ് ടോയ് വെച്ചിട്ട് ഇതിനെ ചെയ്യുന്നതെന്ന് പറയുന്നത് മൈൻഡ് ഗെയിം എന്ന് പറയും, പസിൽ ഗെയിംസ് എന്ന് പറയും. ഇതേപോലെ പല ടോയ്സ് ഉണ്ട്. മൂക്ക് കൊണ്ട് മൂവ് ചെയ്തെടുക്കുന്നത്, പാ കൊണ്ട് എടുക്കുന്നത്, അങ്ങനെ പല മൂവ്മെൻറ്റ്. ഇതിൻ്റെ അവരുടെ ഇൻ്റലക്ച്വൽ ക്രൈറ്റീരിയ കൂട്ടും. ബൈറ്റിങ്, ഇത് കടിച്ച് വലിക്കുന്നത് ഡോഗ്സ് എന്തിനാണെന്ന് വെച്ചാൽ, കടിച്ച് വലിച്ചാൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. അവരുടെ ഫ്രണ്ട് ഭാഗം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കടിച്ച് വലിക്കണം. ഗമ്മിൻ്റെ സ്ട്രെങ്ത്ത്, ഡോഗിൻ്റെ പല്ലൊക്കെ സ്ട്രെങ്ത്ത് ആവണമെങ്കിൽ കടിക്കണം. അപ്പോൾ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തതുകൊണ്ടാണ് അവർ ഫർണിച്ചറിനെയും ക്ലോത്തിനെയും ഇതിനെയൊക്കെ ചെയ്യുന്നത്. നമുക്കിത് ഈ ഭാഗം തൊട്ടാൽ അറിയാം, അവർക്ക് കടിച്ചാലേ അറിയാമോ, മനസ്സിലായി. പക്ഷെ അതിനെന്ത് ചെയ്യും, നമ്മൾ നെഗറ്റീവായിട്ട് മാറ്റിയിട്ട് ട്രെയിനിങ് കൂടെ മാറ്റാൻ ശ്രമിക്കും. ട്രെയിനിങ് കൂടെ മാറ്റാൻ പറ്റുമ്പോഴും സൈക്കോളജിയും പോവും, ബിഹേവിയറും പോവും. ഒന്നീ ഡോഗ് അങ്ങ് തോടെ ലോയിലാവും, അല്ലെങ്കിൽ ഹൈലാവും. അതുകൊണ്ട് വളർത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏത് ഡോഗ് മേടിച്ചാലും വളർത്തുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിനൊരു എക്സ്പ്രഷനും ഇല്ല. അടിക്കാൻ പാടില്ല, ഹൗൾ ചെയ്യാൻ പാടില്ല, കമ്പൽ ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങൾ 3 മാസം തൊട്ട് 5 മാസം വരെ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണോ തെറ്റാണോ, ഇത് ഒരു ട്രെയിനറും വന്ന് പറയില്ല. അതെന്നുവെച്ചാൽ അവർ ആ ഒരു സിറ്റ് ഡൗൺ സ്റ്റാൻഡ് അങ്ങനത്തെ കോൺസെപ്റ്റിൽ മാത്രം തിങ്ക് ചെയ്യുന്നവരാണ്. അതെല്ലാ ഓണേഴ്സും തിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സൈക്കോളജി, ഓട്ടോമാറ്റിക്കലി ഹി വിൽ ഗെറ്റ്. അപ്പോൾ ഇത് സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്ന വേറൊരു സൈക്കോളജി കൂടെ സബ്സ്റ്റാൻസ് കുറയ്ക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മെക്കാനിസം പല ഓണേഴ്സിനും നമ്മൾ ഇതുവരെ ഒരു ഷോയിൽ ചെയ്തില്ല. സിറ്റ് ഡൗണും സ്റ്റാൻഡും അതെങ്ങനെ ചെയ്യിക്കണം എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. എല്ലാവരും ആദ്യമേ സിറ്റ് പഠിപ്പിക്കും. എൻ്റെ കോൺസെപ്റ്റിൽ ആദ്യമേ സിറ്റ് പഠിപ്പിക്കരുത്, ആദ്യം ഡൗൺ പഠിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഡോഗ്സിൻ്റെ സൈക്കോളജിയിൽ നമുക്ക് ഡൗൺ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അവൻ്റെ ലെവലിൽ പോയിട്ട് പഠിപ്പിക്കുക. എൻ്റെ കയ്യിൽ ട്രീറ്റ് ഉണ്ട്. ഓക്കെ, ആദ്യം പഠിപ്പിക്കേണ്ട വാക്ക് യെസ്. ഇപ്പോൾ കൊടുക്കുമ്പോൾ യെസ് കൊടുത്തേക്ക്, ലീവ് ഇറ്റ്, യെസ്. ഓക്കെ, ഈ വാക്ക് എല്ലാവരും പഠിപ്പിക്കണം, യെസ്. ഗുഡ്. ഓക്കെ, ഇതൊരു മിനിമം. നമ്മൾ ഫുഡ് അമ്മ കൊച്ചുങ്ങൾക്ക് ഫുഡ് കൊടുക്കൂലേ, അമ്പിളി അമ്മ കാട്ടോ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ചിട്ട് എടുത്തിട്ട് യെസ് പറയുക, കൊടുക്കുക, യെസ്. ഇതിന് മാർക്കർ ട്രെയിനിങ് എന്ന് പറയും. ഈ യെസ് എന്താണെന്ന് ഇവൻ അറിഞ്ഞുകൂടല്ലോ, അത് പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, അടുത്ത നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഡൗൺ പഠിപ്പിക്കുകയാണ്. നോക്കിക്കോളൂ, ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുന്നു ഇവിടെ. ഗുഡ്. ഇതാ ഇപ്പോൾ ഞാൻ ഇത് നാച്ചുറലാണ്, അത് അൺനാച്ചുറലാണ്. സിറ്റ് ചെയ്തിട്ട് ഇത് നാച്ചുറലാണ്, ഇത് നാച്ചുറലാണ്. ഇതൊരു മെത്തേഡാണ് പഠിപ്പിക്കാൻ. പക്ഷേ ഇത് സിറ്റിന്ന് ഡൗണിലേക്ക് പോകാൻ എളുപ്പമാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് പഠിപ്പിക്കാൻ പാടുവാണ്, നിറയെ വർക്ക് ചെയ്യേണ്ടതും. യെസ്, ഡയറക്റ്റ് ഡൗൺ. ഓക്കെ, ഗുഡ്. ഞാനിപ്പോൾ അത് ഇപ്പോൾ ഇങ്ങനെ ഫുഡ് വയ്ക്കും, കൊടുക്കില്ല, ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യും, യെസ്. അപ്പോൾ ഇത് ഇവർ പഠിക്കുന്നത് ഒന്ന് സ്നിഫിൽ കൂടെ, പിന്നെ ഒന്ന് ട്രാക്ക്. ഞാൻ ഇപ്പോഴും ഡൗൺ പറഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചോ? ഓക്കെ,
Good. Good. Yes. Good. എൻ്റെ പോസ്റ്റർ കറക്റ്റ് ആകുമ്പോൾ എസ് എന്ന് പറയും. അപ്പോൾ ഞാൻ മാർക്കർ ഓൾറെഡി ട്രെയിൻ ചെയ്തു. അടുത്തത് ഞാൻ ഇതാക്കി. ഇപ്പോൾ ഗുഡ് ഡൗൺ സ്റ്റാൻഡ് യെസ്. അപ്പോൾ സിറ്റ് ഡൗൺ സ്റ്റാൻഡ് ഒറ്റ സ്റ്റെപ്പാണ്. ഓക്കെ ഗുഡ്. ഇനി അടുത്ത ഇവൻ എൻ്റെ അടുത്ത് തന്നെ വരണമെങ്കിൽ ഒന്നും കൂടെ ചെയ്യാം. ഇരിക്കാം. Yeah, good boy, Vinny. Good boy, good boy, good boy, good boy. Down, good. Stand, stand, down. Good, down, good, good. Sit, good. Stand, stand, down, good. Sit, good. Stand, good. Finish. ഇത്രയേ ഉള്ളൂ. സെറ്റ് ഡൗൺ സ്റ്റാൻഡ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് പക്ഷെ നമ്മൾ ഇതൊരു ഡെയിലി ഒരു 10-15 മിനിറ്റ് ഡെയിലി ചെയ്ത ഫുഡ് കൊടുത്താൽ ഇത് ഓക്കെ ആയി. ഗുഡ്. അതാ ഇപ്പോൾ സൂപ്പർവിഷനിലേക്ക് എത്തിച്ചു. ഒന്ന് ചെയ്ത് നോക്കുന്ന. യെസ് യെസ് ഓക്കെ. ഇനി അതേപോലെ ചെയ്ത് നോക്കിയേ. ആ കഴിക്കട്ടെ. അവൻ്റെ കയ്യിൽ അടുത്തേക്ക് പോട്ടെ. അടുത്തേക്ക് പോട്ടെ. ഗുഡ്. ഇവിടെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്യും. പതുക്കെ ആ മൂക്കിൽ തന്നെ വയ്ക്കൂ. കൈ അതെ. ഗുഡ്. യെസ്. റിവാർഡ്. ഗുഡ്. അത് ഡൗൺ ആയി. ഇനി പതുക്കെ അടുത്ത് സിറ്റ് അങ്ങനെ ബുക്ക് അടുത്ത ഉടനെ എടുത്തോളൂ. യെസ്. ഗുഡ്. ഓക്കെ. ഒന്നുകൂടെ ഡൗൺ. പെട്ടെന്ന് പോയേ. പെട്ടെന്ന് അടുത്തോട്ട് അവൻ്റെ അടുത്തേക്ക്. ഇതാ ഇത് ഈ കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ പഠിച്ചു. യെസ്. ഗുഡ്. ഓക്കെ. ഇനി സ്റ്റാൻഡ് അങ്ങനെ വെച്ച് അതേ ലെവലിൽ ആ കൈയുടെ ഈ ലെവലിൽ അങ്ങോട്ടേക്ക് അടിച്ച് ആ ലെവൽ കുറച്ചുകൂടെ. യെസ്. ഗുഡ്. കഴിഞ്ഞു. 3 വാക്കേ ഉള്ളൂ. ഇതിൻ്റെ റിപ്പീറ്റേഷൻ ചെയ്യണം. ഓക്കെ. ഇനി പതുക്കെ ക്രിയേറ്റ് ചെയ്തേ. ക്രിയേറ്റ് എന്ന് പറഞ്ഞു. ഇത് തുറക്കുക. ഇതെല്ലാം സയൻറ്റിഫിക്കലി ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ. ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ ഇത് മതി. ഈ ബീഗിളിൽ എത്ര വയസ്സായാലും ഈ ഒരു ക്രേറ്റ് മതി. പക്ഷേ 3 മണിക്കൂറോ 4 മണിക്കൂറേ കിടക്കുന്നുള്ളൂ. വെയിറ്റ്. അതേപോലെ ഇവിടെ വെയിറ്റ് ചെയ്യണം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രേറ്റിൽ വെയിറ്റ് ചെയ്യണം. ഓക്കെ. അതും കൂടെ നമ്മൾ സെറ്റ് ചെയ്യാണ്. ഓക്കെ. ഞാനിപ്പോൾ അത് തന്നെ ഗെയിം തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ജംപ് കം ഗുഡ്. സെറ്റ്. ഓക്കെ. up good come good boy come up good boy wait yeah good boy see ഒരാളുടെ കഴിവിനനുസരിച്ച് നോക്കിയ ഈ ഡോഗിന് ബൈറ്റ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പം നമ്മൾ വരുമ്പോഴേ ബൈറ്റ് കൊണ്ടുവരാമോ. ഇത് ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ അതിൻ്റെ പാട്ടിനെ പോയാൽ ഈ ടോയുടെ ഇൻട്രസ്റ്റ് തന്നെ പോകും. മനസ്സിലായി. ഈ ടോയ് വേണം എപ്പോഴും ഇട്ട് കൊടുക്കാം വിത്ത് സ്റ്റഫ് ചെയ്യും. അപ്പോൾ അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഗോട്ട് ഇറ്റ്. ഗുഡ്. ലിവ് ഇറ്റ്. ഗുഡ്. കം ഗുഡ്. ലിവ് ഇറ്റ്. ഗുഡ്. അപ്പ് ഗുഡ്. വെയിറ്റ്. കണ്ടോ ഈ ലോങ് ലീഡിൻ്റെ ഗുണം കണ്ടോ. അവൻ്റെ ഫ്രീഡവും ഉണ്ട്, എൻ്റെ കൺട്രോളും ഉണ്ട്. നോർമലി ഇതിനകത്ത് ഇടുമ്പോഴേക്കും അത് കടിക്കാൻ തുടങ്ങും. ഇതിപ്പോൾ ഞാൻ അതിന് ഡൈവേർട്ട് ചെയ്യുക. ഗുഡ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡൗൺ കിട്ടുമെന്ന് നോക്കാം. ഗുഡ് ബോയ്. വെയിറ്റ്. ഡൗൺ. ഗുഡ്. യെസ്. ഗുഡ്. ലിവ് ഇറ്റ്. അപ്പ്. ഈ നമ്മൾ ഈ ഹൈറ്റിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അധികം ഹൈറ്റ് യൂസ് ചെയ്യരുത്. ചെറിയ ഡോഗാണ്. അതെന്ന് വെച്ചാൽ ഹൈറ്റ് പ്രശ്നങ്ങൾ വരും. വെയിറ്റ്. അപ്പോൾ ഇവിടെ വെയിറ്റ് നോ. വെയിറ്റ് നോയും പഠിപ്പിക്കുക. നോ. ഇത് അടിക്കുമ്പോൾ നോ ആവും. വെയിറ്റ്. ഓക്കെ. അപ്പോൾ വെയിറ്റ് പറഞ്ഞ് 1 സെക്കൻഡ് 2 സെക്കൻഡ് വെയിറ്റ് യു ക്യാൻ കോൾ ഇൻ ബാക്ക്. പിന്നെ വോക്ക് ചെയ്യുക. റിവാർഡ് കൊടുത്ത് അകത്ത് കിട്ടിയ അകത്തുക. വെയിറ്റ് ചെയ്യുക. സോ ഹി വിൽ വെയിറ്റ്. ഓക്കെ. ഇത് മാനേഴ്സാണ്. ഇത് എവിടെ വേണമെങ്കിൽ നോ. വെയിറ്റ്. ഞാൻ പറയാതെ ഇറങ്ങരുതെന്നുള്ളത് മാനേഴ്സാണ്. എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡോറിൻ്റെ ഫ്രണ്ടിൽ, ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ, കാറിനകത്ത്, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ
ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കാര്യം. ഒരു പപ്പീസിൻ്റെ ഏജിൽ പഠിപ്പിക്കേണ്ട കാര്യം. ഇത് കുറച്ചൊക്കെ നമ്മൾ ലാഗായി, പക്ഷെ അവൻ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അപ്പോൾ കൃഷ്ണ, എങ്ങനെയുണ്ട് ടെന്നിയുടെ മാറ്റം? എന്തൊക്കെയാണ് ഇപ്പോൾ മനസ്സിലായത്? ഫെനി ഇത്രയും ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു പട്ടിയാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. മെയിൻലി ടൈമിൻ്റെ ആണെന്ന് തോന്നുന്നു. വി ഹാവ് ടു സ്പെൻഡ് മോർ ടൈം, ഫൈൻഡ് മോർ ടൈം ടു സ്പെൻഡ് വിത്ത് ഫെനി. അപ്പം വിൽ ഡെഫിനറ്റ്ലി വർക്ക് ഓൺ ദാറ്റ്. യെസ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം, അതായത് ഒരു കുട്ടിയെ വളർത്തുന്ന ടൈം പോലെ തന്നെയാണ്. ഡെഫിനറ്റ്ലി. അല്ല, വി വർ റോങ്ലി ഗൈഡഡ് ഇനീഷ്യലി. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ there was a person who had mentioned after 6 months only നമുക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇനീഷ്യലി വെറുതെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 4-5 മന്ത് 6 മന്ത് പല റേഞ്ചിൽ, ഈവൻ 1 ഇയറിന് ശേഷം ട്രെയിനിങ് ഉണ്ട്. പക്ഷേ ലൈഫ് സ്റ്റൈല്, ബിഹേവിയർ, അതേപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള റൂള് നിങ്ങളാണ് ചെയ്യേണ്ടത്. അതിൻ്റെ സപ്പോർട്ട്സാണ് സിറ്റ്, ഡൗൺ, സ്റ്റാൻഡിങ്, കമ്മുമല്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒരു കുട്ടി പഠിച്ചില്ലെങ്കിലും ജീവിക്കുന്നില്ലേ? അല്ല, നമ്മളെല്ലാവരും. എന്നാൽ പഠിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടെ അവരുടേതായിട്ടുള്ള കപ്പാസിറ്റി വർദ്ധിച്ചാണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഡോഗ്സ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ഡോഗിനെ മേടിച്ചാലും 3 മാസം മുതൽ 1 ഇയർ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ടൈമാണ്. നിങ്ങളത് വളരെ വ്യക്തമായിട്ട് അത് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് വരും 12 വർഷമോ 18 വയസ്സോ വരെയോ ഡോഗ് ജീവിച്ചിരിക്കുന്നത് വരെയുള്ള ലൈഫ് നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കും. സോ ഇന്നത്തെ പ്രിട്ടി പെറ്റ്സ് ഇവിടെ വൈൻഡ് ഓഫ് ചെയ്യുന്നു. ഇനി പുതിയൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ കാർത്തിക് സൈനിങ് ഓഫ്.